അജ്മീർ ഖാജ തങ്ങളെക്കുറിച്ചുള്ള 10 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1. റജബ് മാസത്തിലാണ് ഖാജ തങ്ങൾ ജനിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊരു റജബിലാണ് അദ്ദേഹം വഫാത്തായിട്ടുമുള്ളത്. റജബ് 6 തിങ്കളാഴ്ച രാത്രിയാണ് അദ്ദേഹം വഫാത്തായിട്ടുള്ളത്. അദ്ദേഹം വഫാത്താവുമ്പോൾ 96 വയസ്സായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടവരാണ് അദ്ദേഹം എന്നുള്ളതാണ്. അഥവാ സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഖാജ തങ്ങളുടെ ഉമ്മ പറയുകയാണ്, ഖാജ തങ്ങളെ ഗർഭം ധരിച്ചത് മുതൽ മുമ്പില്ലാത്ത വലിയ ബറക്കത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു, വലിയ ഖൈർ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന്. മാത്രമല്ല ഉമ്മ പറയുകയാണ്, ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ തന്നെ രാത്രി 12 മണി മുതൽ രാവിലെ 6 മണി വരെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ദിക്ർ കേൾക്കുമായിരുന്നു. തസ്ബീഹുകൾ, തഹ്ലീലുകൾ എന്നിവ കേൾക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മൊഈനുദ്ദീൻ എന്ന് ഖാജ തങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തത്, ഇന്ത്യയിൽ ഇസ്ലാം പ്രബോധനം ചെയ്യുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാജ തങ്ങളെ സ്വപ്നത്തിലൂടെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ആറാമത്തത്, ഖാജ തങ്ങളുടെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടുപോയി, പിന്നീട് ഉമ്മയും മരണപ്പെട്ടുപോയി. അങ്ങനെ യത്തീമായിട്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഖാജ തങ്ങൾ ഉള്ളത് എന്നാണ്. ഏഴാമത്തെ കാര്യം, ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ദിവസം ഒരു ഖത്മ് തീർക്കാറുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതാറുണ്ടായിരുന്നു എന്നതാണ്. മാത്രമല്ല ഒരുപാട് അറിവുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. വലിയ ആത്മീയമായ ജീവിതം ആണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം, ധാരാളം പേരെ ഇസ്ലാമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ധാരാളം പേരെ മുസ്ലിമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ 700 ആളുകളൊക്കെ വന്ന് ഇസ്ലാം സ്വീകരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ചതാണല്ലോ ഇന്ത്യയിൽ ഇസ്ലാം മതത്തിൻ്റെ പ്രബോധനം നടത്താൻ. അങ്ങനെ ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരികയും മുസ്ലിമായി തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. മാത്രമല്ല ഒമ്പതാമത്തെ പ്രത്യേകത, അദ്ദേഹം വുളൂ പതിവാക്കുന്ന ആളായിരുന്നു. എപ്പോഴും അദ്ദേഹത്തിന് വുളൂ ഉണ്ടായിരുന്നു. അതൊരു പ്രത്യേകതയാണല്ലോ, ഒരു മഹത്വമാണല്ലോ. അതുപോലെ 10ാമത്തെ കാര്യം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നോമ്പ് ഒഴിവാക്കാറുള്ളൂ. ബാക്കി 6 ദിവസവും അദ്ദേഹത്തിന് നോമ്പുണ്ടാവുമായിരുന്നു. ഇങ്ങനെ ഖാജ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അദ്ദേഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാതൃകയാക്കാനുണ്ട്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, കറാമത്തുകൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവരെപ്പോലെ നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.